നമുക്ക് ദ്വാരുന്നിട്ട് എന്താക്കാം പിരിയ. മാസത്തിലുള്ള സദസ് വിപുലമായ രൂപത്തിലും എല്ലാ വെള്ളിയാഴ്ചയും സുബഹി നിസ്കരിച്ച ഉടനെ ഇവിടെ ബുർദ മജ്ലിസ് നടക്കുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും പെരുന്നാൾക്ക് പ്രയാസമുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് മാസത്തിലൊരിക്കൽ ഇങ്ങനെ ഒരു വിപുലമായ രൂപത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മുഅ്മിനീങ്ങളും എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച ഇവിടെ നടക്കുന്ന പരിപാടി ഇതിലേക്കൊക്കെ നിങ്ങൾ വന്ന് സഹകരിക്കണമെന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ദാറുൽ ശരിയ സ്ഥാപനത്തിന്റെ ജിദ്ദ അല്ലേ കാന മുഹമ്മദ് ഹാജി മഞ്ഞനാടി അല്ലേ, അവർ ഇൻഷാ അല്ലാഹ് നമ്മളെ സദസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അവർക്കും അതുപോലെ വന്ന എല്ലാ നമ്മുടെ ഉമറാക്കൾ പ്രവർത്തകർ എല്ലാവർക്കും അല്ലാഹു അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും സർവ്വ മേഖലയിലും വലിയ ബറക്കത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലിയ തഹ്ലീലൊക്കെ ഈ പറഞ്ഞ മഹാന്മാരുടെ പേരിലും അതുപോലെ ഇവിടെ മരണപ്പെട്ടുപോയ ബാപ്പ ഉമ്മയൊക്കെ മരിച്ചുപോയവരെ നമ്മൾ അനുസ്മരിച്ചിട്ടുണ്ട്. അവർക്ക് പേരിൽ ഹദിയ ചെയ്തെന്ന് മനസ്സിൽ ഇൻഷാ അല്ലാഹ് കരുതുക. നമുക്ക് ദുആരക്കാം. അവസാനം ഇൻഷാ അല്ലാഹ് മുശാഫത്ത് ചെയ്യുക. എന്തെങ്കിലും സംഭാവനകൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് മുശാഫത്ത് ചെയ്യണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി ദുആയിലേക്ക് തന്നെ കടക്കുന്നു. ഇൻഷാ അല്ലാഹ് മുതഅല്ലിമീങ്ങളൊന്നും നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا محمد. അർഹമുർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നിന്റെ മഹദായ ഫദ്ല് കൊണ്ട് ഈ മുഅല്ലമായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ ഹബീബായ തങ്ങളുടെ പേരിൽ മദ്ഹ് ചൊല്ലി മദ്ഹിന്റെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും ബഹുമാനത്തിൽ നിൽക്കുന്ന മഹത്തായ ബുർദ പരിപൂർണമായി ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലി മഹാന്മാരെ അനുസ്മരിച്ച് അവരുടെ പേരിൽ തഹ്ലീൽ ചൊല്ലി പടച്ചവനെ ധാരാളം സംഭാവനകളും ഇവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ആവശ്യമുള്ള ബെഡിനും മറ്റുള്ള ചെരുപ്പിനും ഒക്കെ സംഭാവനകൾ നൽകിയവര്, സംഭാവനകൾ ഏറ്റെടുത്തവർ എല്ലാ നിലക്കും ഒരു ഖൈറായ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ സദസ്സ്, പ്രത്യേകിച്ച് മഹാനായ ഓലമുണ്ട് ഉസ്താദ്, ഗുൽമാർ ഉസ്താദ് തുടങ്ങിയ മഹാന്മാരുള്ള അവരുടെ ആമീനുള്ള അവരുടെ സാന്നിധ്യമുള്ള ഈ മഹത്തായ സദസ്സ് ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ റഹ്മാനെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾ ഒരാളെയും നീ ഖൈബാക്കല്ല അല്ലാഹ്. ഞങ്ങളുടെ മുഴുവൻ ദോഷങ്ങളും ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ്. മാഫ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ബാപ്പ ഉമ്മ ഭാര്യ മക്കൾ കൂട്ടുകുടുംബാദികൾ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ എല്ലാവരുടെയും ചെറുതും വലുതുമായ ദോഷങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാഹ്. ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാഹ്. ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാഹ്. ഈമാനോടുകൂടിയുള്ള മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഈമാനില്ലാത്ത മരണം ഞങ്ങൾക്ക് ആർക്കും നീ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഇവിടുന്ന് ഓരോരുത്തരെയും അനുസ്മരിച്ച് പേര് പറഞ്ഞവർ അവരുടെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ലു സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. സദസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലിയ പറഞ്ഞ കേട്ട മുഴുവനത്തിന്റെയും മിസ്ലു സവാബ് നീ അവരുടെ ഖബറുകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഇവിടുന്ന് അനുസ്മരിച്ച മഹാനായ സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ അവരുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മഹാനായ മാണിക്കുത്ത് ഉസ്താദിന്റെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. താജുൽ ഉലമ, നൂറുൽ ഉലമ, കൻസുൽ ഉലമ, ശറഫുൽ ഉലമ തുടങ്ങിയ താജുൽ ഫുഖഹാ തുടങ്ങിയ മഹത്തുക്കളെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഇവിടുന്ന് മറപ്പെട്ട് കിടക്കുന്ന മഹാനായ മർഹൂം സുരിബൈൽ ഉസ്താദ്, അതുപോലെ മഹാനായ പി എ ഉസ്താദ് അവരുടെ ഹദ്റത്തുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. മഹാന്മാരുടെ ദറജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരെ മദദും കറാമത്തും പൊരുത്തവും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അതുപോലെ ധാരാളം മുഅ്മിനീങ്ങൾ അവരുടെ ഉമ്മ അവരുടെ ബാപ്പ അവരുടെ കൂട്ടുകുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ, ഞങ്ങളിൽ നിന്ന് ഞങ്ങളെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവർക്ക് നീ പുറത്തു കൊടുക്കുക അല്ലാഹ്. ഈ സദസ്സിന്റെ മിസ്ല് അവർക്ക് ഖബറിൽ നേരം പോക്കുള്ള അമലാക്കി കൊടുക്കുക അല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ ആ ഖബർ നീ സ്വർഗ്ഗ
സ്വർഗത്തോപ്പാക്കുക അല്ലാ, വിശാലമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ സന്തോഷങ്ങൾ ആ ഖബറാളികൾക്ക് ഖബറിൽ തന്നെ കാണിച്ചു കൊടുക്കണേ അല്ലാ. അവർ ജീവിതത്തിൽ ചെയ്ത നന്മകൾ എല്ലാം നീ സ്വീകരിക്കുക അല്ലാ. വല്ല തിന്മകളോ വല്ല തെറ്റുകളോ കുറ്റങ്ങളോ ജീവിതത്തിൽ വന്നുപോയതുണ്ടെങ്കിൽ നീ മാഫ് കൊടുക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാക്കണേ അല്ലാ, അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞവരൊക്കെ ഈ സദസ്സിലുണ്ട്. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. സ്കൂളൊക്കെ തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങി, ഞങ്ങളെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി. നല്ല പഠിക്കാനുള്ള കഴിവ് ഞങ്ങളെ മക്കൾക്ക് നൽകണേ അല്ലാ. നല്ല ബുദ്ധിശക്തി വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഓർമ്മശക്തി നീ നൽകണേ അല്ലാ. എല്ലാ പരീക്ഷകളിലും മക്കൾക്ക് നല്ല വിജയം നൽകണേ അല്ലാ. പടച്ചവനെ സ്ഥാപനത്തിൽ ഭൗതികമായും അതുപോലെ തന്നെ മതപരമായും മറ്റുമൊക്കെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾ അവർക്ക് നീ നല്ല ഭാവി നീ നൽകണേ അല്ലാ. വലിയ ഉയർച്ച നീ നൽകണേ അല്ലാ. വലിയ കഴിവ് നീ നൽകണേ അല്ലാ. അവരുടെ മാതാപിതാക്കൾക്ക് അതുപോലെ തന്നെ കുടുംബത്തിനും സമുദായത്തിനുമൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ നീ ആക്കി കൊടുക്കണേ അല്ലാ. അത് കണ്ട് സന്തോഷിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇവിടുത്തെ ഈ സ്ഥാപനത്തിൽ ഖിദ്മത്ത് ചെയ്യുന്ന വലിയ ശമ്പളങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലെങ്കിൽ മഹാനായ ഉസ്താദിന്റെയും ദീനിന്റെ ഖിദ്മത്തും പ്രതീക്ഷിച്ചുകൊണ്ട് വന്യരായ ബോൾമാർ ഉസ്താദ് അടക്കം വന്യരായ ഓലമുണ്ട് ഉസ്താദ് അടക്കം പടച്ചവനെ ശമ്പളം വാങ്ങിയും വാങ്ങാതെയും വാങ്ങുന്നതും തുച്ഛമായ രൂപത്തിൽ അല്ലാഹുവേ ഇവിടുന്ന് ഖിദ്മത്ത് ചെയ്യുന്ന മഹാന്മാരായ എല്ലാ ഉസ്താദന്മാർ എല്ലാ ഖാദിമീങ്ങൾ അല്ലാഹുവേ അവരുടെ ഖിദ്മത്ത് നീ ഖബൂലാക്കുക. അവരൊക്കെ ഖിദ്മത്ത് സ്വീകരിച്ചു കിട്ടണം, പൊരുത്തപ്പെട്ട് കിട്ടണം, റബ്ബിന്റെ അടുക്കൽ ഖബൂലിത്ത് കിട്ടണം, റബ്ബൊന്ന് സ്വീകരിക്കണം, ഹബീബായ തങ്ങൾക്കൊന്ന് സന്തോഷം കിട്ടണം, മഹാന്മാരുടെ പൊരുത്തം കിട്ടണം, ഉസ്താദന്മാരുടെ പൊരുത്തം കിട്ടണം എന്ന് കാംക്ഷിച്ച് ഖിദ്മത്ത് ചെയ്യുന്നവരാണ് അവരൊക്കെയും. നീ ഖബൂൽ ചെയ്യുക അല്ലാഹ്, ആഫിയത്ത് ഏറ്റിക്കൊടുക്കുക അല്ലാഹ്. ക്ഷീണങ്ങൾ രോഗങ്ങൾ എല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ രാപ്പകലായി സ്ഥാപനത്തിന് വേണ്ടി ഓടി നടക്കുന്ന ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ്, അവരുടെ സഹോദരന്മാർ റഷീദ് അനീഫ് ഉസ്താദ്, യൂസുഫ് മദനി ഉസ്താദ്, അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷുക്കൂർ ഉസ്താദ്, അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അവരെ ഉമ്മക്ക് ആഫിയത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ ധാരാളം സ്ഥാപനത്തിനെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഗൾഫിലുള്ള സൗദിയിലും UAE-യിലും ഒമാനിലും ഖത്തറിലും ബഹ്റൈനിലും അതുപോലെ കുവൈത്ത് അടക്കമുള്ള സ്ഥലങ്ങളിലുള്ള ബാംഗ്ലൂരിലും കേരളത്തിലും മറ്റുമുള്ള ധാരാളം സ്ഥാപനത്തിന്റെ സഹായികൾ സഹകാരികൾ അവർക്ക് നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അവരിൽ നിന്ന് അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ധാരാളം ഞങ്ങളെ ഈ നാട്ടിന്റെ പരിസരങ്ങളിലുള്ള മഹല്ലുകളിലുള്ള മുഅ്മിനീങ്ങളൊക്കെ സ്ഥാപനത്തിനെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഓരോ പരിപാടികളിലും വരുന്നവരാണ് റബ്ബേ. അവർക്ക് നീ അർഹമായത് നീ നൽകണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ ധാരാളം ആളുകൾ രോഗികളുണ്ട്. ബഹുമാനപ്പെട്ട ഹൈദർ അളക്കമജൽ അവരെ വീഡിയോ ഒക്കെ കണ്ടപ്പോ വലിയ വിഷമം പ്രയാസമൊക്കെ തോന്നി. നല്ല കാണാൻ ചുർക്കുള്ള ചെറുപ്പക്കാരൻ രോഗം വന്നതോടുകൂടി ആകെ മാറിപ്പോയി. നീ കാമിലായ ശിഫ കൊടുക്കുക അല്ലാഹ്, ആഫിയത്ത് കൊടുക്കുക അല്ലാഹ്. ഞങ്ങളൊക്കെയും അതുപോലെയുള്ള ഒരു ദുരന്തങ്ങളിൽ നിന്ന് നീ സലാമത്താക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ മുത്തു ഹബീബിന്റെ മദ്ഹ് ചൊല്ലിയ അത് കേട്ട അതിനു വേണ്ടി ഇരുന്ന ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ശരീരത്തിലുള്ള സകലമാന രോഗങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ നൽകല്ല അല്ലാഹ്, കുഷ്ഠരോഗം നൽകല്ല അല്ലാഹ്, വെള്ളപ്പാണ്ട് നൽകല്ല അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ നൽകല്ല അല്ലാഹ്, ലിവർ ക്യാൻസർ നൽകല്ല അല്ലാഹ്, ബ്ലഡ് ക്യാൻസർ നൽകല്ല അല്ലാഹ്, ഹാർട്ട് ബ്ലോക്ക് നൽകല്ല അല്ലാഹ്, ഹാർട്ട് ഫെയിലാക്കി കളയല്ല അല്ലാഹ്, കിഡ്നി നഷ്ടപ്പെടുത്തി കളയല്ല അല്ലാഹ്. 2 കിഡ്നിയും നഷ്ടപ്പെട്ട് ആഴ്ചയിൽ 2-3 പ്രാവശ്യങ്ങൾ ഡയാലിസ് ചെയ്യുന്നവർ അല്ലാഹ് നീ സലാമത്താക്കു റഹ്മാനെ. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയിഡ് നീ നോർമലാക്കി താ അല്ലാഹ്. പടച്ചവനെ ഹജ്ജിന്റെ സമയത്ത് വരെ, ഹജ്ജിന് പോകുന്ന സമയത്ത് വരെ, ഹജ്ജിന് പോകുമ്പോ ഷുഗർ കൂടിയത് കൊണ്ട് മറ്റും വിരൽ മുറിക്കപ്പെടേണ്ടി വന്നു. അവസാനം അതുമായി ഹജ്ജിന് പോയ പ്രിയപ്പെട്ട പണ്ഡിതനടക്കമുണ്ട് റഹ്മാനെ. അല്ലാഹു അവർക്കൊക്കെ നീ നല്ല ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. മക്കയിലും മദീനയിലും എത്തിയ ധാരാളം ഈ സ്ഥാപനത്തിന് സ്നേഹിക്കുന്ന പലരുടെയും കുടുംബത്തിൽ
കുടുംബത്തിൽപ്പെട്ടവർ മറ്റുമൊക്കെ ഹജ്ജിന് വേണ്ടിയിട്ട് പോയവർ, യാത്ര നാളെയും മറ്റൊന്നുമായി പുറപ്പെടുന്നവർ, എല്ലാവരുടെയും ഹജ്ജും നീ ഖബൂലാക്ക് റബ്ബേ. ഖബൂലാകുന്ന രൂപത്തിൽ അവർക്കൊക്കെ ചെയ്യാൻ തൗഫീഖ് ചെയ്യ അല്ലാഹ്. പെണ്ണുങ്ങൾ മാത്രമായി പോയി പടച്ചവനെ, ഒരാണുങ്ങളും അവർക്കില്ലെങ്കിലും വലിയ പ്രതീക്ഷയോടുകൂടി പോയവരുണ്ട് റഹ്മാനെ. എല്ലാവർക്കും നല്ല ആഫിയത്ത് കൊടുക്കുക അല്ലാഹ്. മഖ്ബൂലും മബ്റൂറുമായ നിലക്ക് അവർക്കൊക്കെ ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, അതിന്റെ കർമ്മങ്ങൾ നിർവഹിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുള്ള ആഫിയത്തും അറിവും നീ അവർക്ക് കൊടുക്കണേ അല്ലാഹ്. മദീനയിലെത്തിയവർ, ഇനി എത്താനുള്ളവർ അല്ലാഹു അവരുടെ യാത്ര സ്വീകരിക്കുക അല്ലാഹ്. മുത്ത് ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഹദ്റത്തിലെത്തുമ്പോ അവിടെ നിന്ന് നോട്ടമുള്ള രൂപത്തിലെത്താൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. കണ്ടവർക്കും കാണാത്തവർക്കും എത്തിയവർക്കും എത്താത്തവർക്കും പലവട്ടം എത്താൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ സദസ്സിൽ ഹജ്ജും ഉംറയും നിർവഹിച്ചവരൊക്കെ ഈ സദസ്സിലുണ്ട് അല്ലാഹ്. അവരുടെ ഹജ്ജ് ഉംറ നീ ഖബൂലാക്ക് റബ്ബേ. ആഖിറത്തിൽ ഫലം കിട്ടുന്ന, സ്വർഗ്ഗം കിട്ടുന്ന അമലായി നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ആഫിയത്ത് കുറഞ്ഞതുകൊണ്ടും മറ്റും ഇനി മക്കയിലെത്താൻ കഴിയുമോ, ഹജ്ജിലെത്താൻ കഴിയുമോ, ഉംറക്കെത്താൻ കഴിയുമോ, മദീനയിലെത്താൻ കഴിയുമോ എന്ന് വലിയ ആദി ബേജാറ് വിഷമം പറഞ്ഞവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് അല്ലാഹ്. പടച്ചവനെ, ആഫിയത്തോടുകൂടി എത്താൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരുപാട് കടങ്ങളുള്ളവരുണ്ട് റബ്ബേ. കടങ്ങളൊക്കെ വീട്ടി കൊടുക്കുക അല്ലാഹ്. പലർക്കും വിശ്വസിച്ചും മറ്റും കടം കൊടുത്ത് കിട്ടാത്തവരുണ്ട് റബ്ബേ. നല്ല നിലക്ക് നീ തിരിച്ചെത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, വിവാഹ പ്രായമെത്തിയിട്ടും ആണ് പെണ്ണുങ്ങൾ അല്ലാഹ് അനുയോജ്യരായ ഇണകളെ നൽകുക അല്ലാഹ്. നിശ്ചയിച്ച വിവാഹങ്ങളൊക്കെ റാഹത്തിലായി പൂർത്തിയാക്കി കൊടുക്കുക അല്ലാഹ്. വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായി മക്കളില്ലാത്ത ദമ്പതികൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലൊക്കെ ഉണ്ട്. അവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. നൽകിയ സന്താനങ്ങളൊക്കെ ഞങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മാതാപിതാക്കളടക്കം രോഗികളായി കഴിയുന്നവർ കാമിലായ ശിഫതി കൊടുക്കുക അല്ലാഹ്. ആഫിയത്ത് ഏറ്റി കൊടുക്കുക അല്ലാഹ്. വീടില്ലാത്തവർ ഖൈറായ വീട് നൽകണേ അല്ലാഹ്. വീടിന്റെ പണികളൊക്കെ തുടങ്ങിയിട്ട് 8-10 വർഷമായി പൂർത്തിയാക്കാൻ പറ്റാത്ത രൂപത്തിൽ പഴയ ചോർന്ന് ഒലിക്കുന്ന വീടിൽ കഴിയുന്നവരുണ്ട് റബ്ബേ. പൂർത്തിയാക്കാനുള്ള കഴിവ് നീ കൊടുക്കണേ അല്ലാഹ്. പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. ചെയ്യുന്ന ബിസിനസ്സിലും കച്ചവടങ്ങളിലും കൃഷിയിലും ഏർപ്പാടിലും കുടുംബത്തിലും മക്കളിലും വാഹനങ്ങളിലും സർവ്വതിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പ്രത്യേകിച്ച് പ്രവാസികളായി കഴിയുന്ന, നാട്ടിലേക്ക് വരാൻ പറ്റാത്ത കേസിലും മറ്റും കുടുങ്ങിയവരടക്കമുണ്ട് റബ്ബേ. നീ സലാമത്ത് നൽകണേ അല്ലാഹ്. മോചനം നൽകണേ അല്ലാഹ്. സിഹ്റ് കൊണ്ടും മറ്റുള്ള ശർറുകളെ കൊണ്ട് കടിഞ്ഞവർ കുടുക്കിയവരുണ്ട് അല്ലാഹ്. നീ മോചനം നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. എല്ലാവിധ സാഹിര്യങ്ങളെ, മാക്കിര്യങ്ങളെ, ആയിനികളെ, ആസിദീങ്ങളെ ശർറിൽ നിന്ന് ഞങ്ങളെയും സ്ഥാപനങ്ങളെയും ഉലമാക്കളെയും സാദാത്യങ്ങളെയും പ്രവർത്തകരെയും ഉമറാക്കളെയും നീ കാക്കണേ അല്ലാഹ്. നീ കാക്കണേ അല്ലാഹ്. നീ തന്ന നിഅമത്തുകൾ മരിക്കുന്നത് വരെ നിലനിർത്തണേ അല്ലാഹ്. ഒരു ആഫിയത്ത് ഞങ്ങളെ മൗത്തിന്റെ മുമ്പ് തിരിച്ചെടുക്കല്ല അല്ലാഹ്. രോഗികളായി കിടത്തത്തിലാക്കി കളയല്ല അല്ലാഹ്. ആശുപത്രിയിൽ ദിവസങ്ങളോളം കിടക്കുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് ആർക്കും നീ നൽകല്ല അല്ലാഹ്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന ഒരവസ്ഥ, ശരീരത്തിന് മുറിച്ചു തുന്നുന്ന ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടാക്കല്ല അല്ലാഹ്. പോസ്റ്റ്മോർട്ടത്തിലേക്ക് എത്തിക്കല്ല അല്ലാഹ്. ഐസിയിൽ ദിവസങ്ങളോളം കിടക്കുന്ന ഒരവസ്ഥ, അബോധാവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥ നീ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. ചെറിയ ചെറിയ മക്കളുള്ള കുടുംബത്തിന്റെ അച്ചാണിയായ ഞങ്ങളെ നീ ആ രൂപത്തിലാക്കി കുടുംബത്തിനെ നീ ബുദ്ധിമുട്ടിലാക്കി കളയല്ല റബ്ബേ. പടച്ചവന് ഭാര്യമാർ മരണപ്പെട്ടുപോയി, ഭർത്താക്കന്മാർ പെടുന്ന കഷ്ടപ്പാട് ഞങ്ങളിൽ നീ പൊളിച്ചുകളയല്ല അല്ലാഹ്. മക്കൾക്ക് ജീവിതകാലത്ത് മരണപ്പെട്ട് അവർക്കൊരു മയ്യത്ത് നിസ്കരിക്കുന്ന ഒരു ബാപ്പയായി ഞങ്ങളെ നീ മാറ്റിക്കളയല്ല റബ്ബേ. ഞങ്ങളെ മക്കൾക്കും ഞങ്ങളെ കുടുംബത്തിനും നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചോദിച്ചത്, ചോദിക്കാൻ ആഗ്രഹിക്കാൻ മനസ്സിൽ വെമ്പുന്നത് നീ നൽകണേ അല്ലാഹ്. സർവ്വ പ്രയാസങ്ങളും ബുർദയുടെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ മാറ്റി തരണേ റബ്ബേ. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് ഒക്കെ കണ്ടപ്പോ പടച്ചവനെ, മുമ്പ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ കേട്ടതിനേക്കാളും വളരെ മാറ്റവും സന്തോഷമൊക്കെ കണ്ടത് മഹാനായ ഒലമുണ്ട് ഉസ്താദ് ഇന്ന് ജുമാക്ക് പറഞ്ഞു, മഹാന്മാരെ ദുആണ്, ദുആ കൊണ്ട് എന്ത് കിട്ടും, മജ്ലിസ് കൊണ്ട് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് റബ്ബേ
അത് നീ നിലനിർത്തി തരണേ റബ്ബേ. നല്ല ഭരണം നീ നൽകണേ അല്ലാ. മുസ്ലിമീങ്ങളോടും മറ്റുള്ള അഹലുകാരോടൊക്കെ മതിപ്പ് തോന്നുന്ന നല്ല ഭരണകർത്താക്കളാക്കണേ അല്ലാ. എല്ലാവർക്കും നല്ല കഴിവ് നൽകണേ അല്ലാ. നല്ല ഹിമ്മത്ത് നീ നൽകണേ അല്ലാ. പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും നല്ല ഹിമ്മത്ത് നീ കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ മുസ്ലിമീങ്ങൾ മറ്റുള്ള അഹലുകാർ എല്ലാവർക്കും നല്ല നിലക്ക് ജീവിക്കാനുള്ള കാലാവസ്ഥ നീ നിലനിർത്തണേ അല്ലാ. റഹ്മത്തിന്റെ മഴ ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണേ അല്ലാ. മഴ കൊണ്ടാകുന്ന പ്രയാസങ്ങൾ നീ കാക്കണേ അല്ലാ. നല്ലത് ചിന്തിച്ച് നല്ലത് പ്രവർത്തിച്ച് അവസാനം ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വാലിഹീങ്ങൾ ഉച്ചരിച്ചതുപോലെ ഉച്ചരിച്ച് മുഅ്മിനീങ്ങൾ മരണപ്പെട്ടതുപോലെ ഞങ്ങൾക്കും മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഖബറിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ മരിച്ചവർ സലാമത്താക്കണേ അല്ലാ. ഹിസാബില്ലാതെ മീസാനിൽ കാണാതെ സിറാത്ത് തൊടാതെ രൂപത്തിൽ പാറിയിട്ട് സ്വർഗ്ഗത്തിലെത്തുന്ന സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ ചേർക്കണേ അല്ലാ. അല്ലാഹുമ്മ ജഅൽ ജമ്മന ഹാദാ ജമ്മൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദി തഫറഖും മഅസൂമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക.